Hi, hello. Welcome to yet another evening vlog in Garage 51. അപ്പോൾ നമ്മുടെ Garage 51 വൈകുന്നേരത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് റാമ്പിലൊക്കെ വണ്ടികളൊക്കെ ഉണ്ട്. ഇത് ഇലക്ട്രിക് വണ്ടിയാണ് കേട്ടോ, ഏതർ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ടയർ നമ്മൾ റേസിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടയർ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് സെൻട്രൽ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പെഡോക്കിലാണ് ഈ വണ്ടി നിൽക്കുന്നത്. ഇതാണ് കേട്ടോ ഏതർ, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ നമ്മളിവിടെ റേസിൻ്റെ ടയേഴ്സാണ് ചെയ്യുന്നത്. ഏതറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ടയർ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഇത് ഹണ്ടർ ഫ്രണ്ട് ഇടിച്ചിക്കാട്ടി വണ്ടി. ഇതെന്താ വെച്ചാൽ ഈ തുണി ഇവിടെ വെച്ചിരിക്കുന്നത് എന്താ അറിയോ, ഈ സംഭവം ഈ ടാങ്കിൽ വര വീഴാതിരിക്കാനില്ലേ, തട്ടിയിട്ടേ പെയിൻറ്റ് പോകാതിരിക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട്, ഹെഡ് അഴിച്ചിട്ടുണ്ട്. അതിൻ്റെ മഡ് ഗാർഡൊക്കെ നല്ല രീതിയിൽ തന്നെ ബെൻഡായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കംപ്ലൈൻറ്റൊക്കെ മാറ്റാൻ വേണ്ടി അഴിച്ചേക്കാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അലോയ് വീല് ബെൻഡായതുകൊണ്ട് തന്നെ നമ്മൾ അലോയ് വീല് ബെൻഡ് അടിക്കാൻ കൊണ്ടുപോയേക്കാണ് കേട്ടോ. അപ്പോൾ തൃശ്ശൂരാണ് നമ്മൾ ബെൻഡ് അടിക്കാൻ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ 2 ദിവസം കഴിയും കിട്ടാൻ, അതിനുശേഷം നമ്മൾ ഫിറ്റിംഗ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ സ്റ്റാഫ് ഏതറിൻ്റെ ടയറൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതറിൻ്റെ ടയർ ഫിറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ പീരിയോഡിക് സർവീസിന് വേണ്ടിയിട്ട് റോയൽ എൻഫീൽഡിൻ്റെ സൂപ്പർ മീറ്റിയോർ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഏതറിൽ ടയർ ഫിറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. റോയൽ എൻഫീൽഡിലൊക്കെ ഫിറ്റ് ചെയ്യുന്ന വളരെ ഈസി ആയിട്ടാണ് ഫിറ്റ് ചെയ്യാറ്. ഇനി ഏതറിൽ എങ്ങനെയാണ് എളുപ്പമാണോ? ബെൽ ഡ്രൈവാണ് വണ്ടി, ബെൽ ഡ്രൈവാണ്. അപ്പോൾ ആ ഒരു ലോക്കിലാണ്ട് പെട്ട് കഴിഞ്ഞാൽ പിന്നെ എളുപ്പത്തിൽ തന്നെ നെട്ടൊക്കെ ഇട്ടിട്ട് ചെയ്യാൻ തോന്നുന്നു. നമ്മളെല്ലാ വണ്ടിക്കും ടയർ ഫിറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഈസി ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതെന്തായാലും അവിടെ ഫിറ്റിങ് നടക്കട്ടെ. ഈ വണ്ടിക്ക് നമ്മൾ പീരിയോഡിക് ചെക്കപ്പിന് വന്ന വണ്ടിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫ്രണ്ടും ബാക്കും ടയർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. റോയൽ എൻഫീൽഡ് മീറ്റിയോർ 350 ആണ് കേട്ടോ വണ്ടി, സൂപ്പർ മീറ്റിയോർ അല്ല. എനിക്ക് സൂപ്പർ മീറ്റിയോറിനോടൊരു ചെറിയ കൂടുതലുണ്ട്, അതുകൊണ്ട് എപ്പോഴും സൂപ്പർ മീറ്റിയോർ എന്നാണ് വായിൽ വരാറ്. ഇപ്പോൾ റേസിൻ്റെ ടൂർ എന്നുള്ള ഒരു ടയറാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 100, 90, 19 ഫ്രണ്ടിലും ചെയ്തിട്ടുണ്ട്. ബാക്കിലുള്ള നമ്പർ ഇപ്പം എനിക്ക് കാണാനില്ല. 140, 70, 17 അപ്പോൾ ഇതിൽ ഹഗ്ഗറൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്തതിൻ്റെയാണ്, ഇപ്പോൾ ഓയിലൊക്കെ ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ തന്നെ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ കൈയോടെ കൊടുക്കും. വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെയും കുറച്ചധികം വണ്ടികൾ ഉണ്ട് കേട്ടോ. 2 കംപ്ലീറ്റ് ചെയ്തതാണ്, ചിലത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു റെഡ് വണ്ടിയില്ലേ, ഇതിൽ നമ്മൾ ഫ്രണ്ടിൽ ബൂട്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളർ ഉണ്ടാവും, ഒരു ബ്ലാക്ക് കളറിൽ തുടച്ചാൽ പോവും. ബൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഹിമാലയൻ്റെ കാരിയർ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഹിമാലയ്ക്ക് യൂസ് ചെയ്യുന്ന കാരിയറാണ് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇത് ഏതാ വണ്ടി വെച്ചാൽ ഇത് റോയൽ എൻഫീൽഡ് തണ്ടർബേർഡ് 350. ഇത് തണ്ടർബേർഡാണ് വണ്ടി. അപ്പോൾ ഇതിൽ നമ്മൾ ഫ്രണ്ട് പണിതുക്കുകയാണ്. ഫ്രണ്ട് കുറച്ച് കംപ്ലൈൻ്റ് ആയിരുന്നു, ഫ്രണ്ടൊക്കെ പണിത് കൊടുത്തു. എന്നിട്ട് ബൂട്ട് ആഡ് ചെയ്തു. അതുപോലെ തന്നെ ഹിമാലയൻ്റെ ഒരു ക്രാഷ് ഗാർഡ് ആഡ് ചെയ്തു. പിന്നെ ഈ വണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല വൃത്തിയൊക്കെ തോന്നുന്നുണ്ടല്ലോ. ഇതിവിടെ അത്യാവശ്യം ഇടിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ടോ, ഹെഡ്ലൈറ്റൊന്നുമില്ല. പിന്നെ മഡ് ഗാർഡിൻ്റെ അവിടെയൊക്കെ കുറച്ച് ബെൻഡായിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഇതുവരെ തൊട്ടിട്ടില്ല, കുറച്ച് ബിസിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു ഹണ്ടർ ഇടിച്ച് ആ വണ്ടി പണിത് കഴിഞ്ഞതിന്
കഴിയുന്നതിന് ഒപ്പം തന്നെ ഈ ഒരു വണ്ടിയും കൂടി നമ്മൾ പണിത് തുടങ്ങും. ഈ വണ്ടി നമ്മൾ നാളെ കൊടുക്കും കേട്ടോ. ഇതിൻ്റെ ഓൾമോസ്റ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. യമഹയുടെ MT ആണ് കേട്ടോ വണ്ടി. ഇതിൽ നമ്മൾ റോളോണ്ട് ഉണ്ടോ ബ്രാസ് കിറ്റ്, അതായത് റോളോണ്ട് ബ്രാസ് ചെയിൻസ് പോക്കറ്റാണ് മാറ്റിയിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഒരു കറക്റ്റായിട്ട് പീരിയോഡിക് ചെക്കപ്പൊക്കെ നോക്കുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു 30,000 കിലോമീറ്റർ വരെ നമുക്ക് ഈ ഒരു കിറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഫിറ്റിങ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ആ ഒരു ടൈറ്റിങ്ങിൽ ഈ ഒരു വണ്ടിക്ക് നമ്മൾ കുറച്ചായിട്ടോ റോളോണ്ട് ഒരു ബ്രാസ്കറ്റ് ചെയ്ത് കൊടുത്തിട്ട് കണ്ടോ. അത്യാവശ്യം പീരിയോഡിക് സർവീസൊക്കെ ഉള്ള വണ്ടിയാണ്. ഇനി ആൾ ബെൽ ഡ്രൈവ് ചെയ്യണമെന്നാണ് പറയുന്നത്. ആൾക്ക് അത്യാവശ്യം ഓട്ടമുള്ള വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏതർ ആൾ ഉഷാറായിട്ടുണ്ട്. ഏതറിൻ്റെ ഫിറ്റിങ്ങൊക്കെ കഴിഞ്ഞു. നമ്മൾ റാമ്പിൽ നിന്ന് വണ്ടി ഇറക്കാൻ പോവാണ്. പെഡോക്കും കാര്യങ്ങളൊക്കെ അഴിച്ചതിന് ശേഷം റാമ്പിൽ നിന്ന് വണ്ടി ഇറങ്ങുകയാണ്. നല്ല രസം കേട്ടോ. ചെറുതായിട്ടൊരു ഫ്ലൈറ്റ് ഇറങ്ങണ ഫീല് പോലെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ടയർ കണ്ടോ, കട്ടൊക്കെ കണ്ടോ. റേസിൻ്റെ ടയറാണെങ്കിൽ നല്ല ക്വാളിറ്റി റബ്ബറാണ്, ഫ്രഷ് റബ്ബറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ കിട്ടും. ഇതിന് അത്യാവശ്യം കിറ്റൊക്കെ ഉള്ള വണ്ടി കേട്ടോ. ഇതിലിപ്പോൾ സൈഡിൽ സ്റ്റേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ കേട്ടോ ചെയ്യുന്നത്. അതുപോലെ കാരിയർ പ്ലേറ്റും ഒക്കെ അത്യാവശ്യം, പിന്നെ ഹാൻഡ് ഗാർഡൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ബാർ ആൻഡ് മിറേഴ്സ്. അപ്പോൾ നമ്മുടെ ഏതറുടെ കസ്റ്റമർ പോയിട്ടോ. ഒട്ടും ഒച്ചല്ലോ വണ്ടിക്ക്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ശല്യമൊന്നും ഉണ്ടായില്ല പോകുമ്പോൾ. അപ്പോൾ ഈ ഒരു വണ്ടി കണ്ടോ, ഇത് ബുള്ളറ്റ് 350 ആണ്. ഇത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ വണ്ടിയാണ്. EFI ആണ് ഈ വണ്ടി. അപ്പോൾ ഇത് നമ്മൾ കാർബറേറ്റർ ആക്കാൻ പോവാണ്. കാരണം എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് മിസ്സിങ്, പിന്നെ അതുപോലെ വഴിയിൽ നിൽക്കുക, ത്രോട്ടിൽ ബോഡി കംപ്ലൈൻറ്റ്, അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വണ്ടി കാർബറേറ്റർ ആക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ തന്നെ നമ്മൾ ചെയ്യും, എങ്ങനെയാണ് നമ്മൾ കാർബറേറ്റർ ആക്കണമെന്നുള്ളത്. അത്യാവശ്യം കോസ്റ്റ്ലി ആണെന്ന് തോന്നുന്നു. എന്നാലും നമ്മളെ ഷോപ്പിൽ എല്ലാ വർക്കും നമ്മൾ ചെയ്ത് കൊടുക്കും കേട്ടോ. റോയൽ എൻഫീൽഡാണ് കൂടുതലായിട്ട് ചെയ്യണമെങ്കിൽ എല്ലാ വണ്ടികളും നമ്മൾ ചെയ്തു, കുറച്ച് പ്രീമിയം ആയിട്ടുള്ള എല്ലാ വണ്ടികളും നമ്മൾ ചെയ്ത് കൊടുക്കും. പിന്നെ ഈ ചെയിന്, അതായത് പോക്കറ്റൊക്കെ മാറ്റി, അതായത് ചെയിൻ പോക്കറ്റൊക്കെ നമ്മളെല്ലാ ഒരുവിധ വണ്ടികളുടെ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ടയറും കംപ്ലയിൻസ് ഒക്കെ കൂടുതലും നമ്മൾ ക്ലിയർ ചെയ്യണത് കുറച്ച് പ്രീമിയം സെഗ്മെൻറ്റിലുള്ള വണ്ടികളാണ് കൂടുതലും. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ പാർട്സുകൾ കിട്ടാൻ ഭയങ്കര പാടാണെന്ന് പറയും. ഈ ചില വണ്ടികളുണ്ടല്ലോ FZ പോലത്തെ അങ്ങനത്തെ വണ്ടികളുടെ പാർട്സൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് പ്രീമിയം വണ്ടികളാണ് കൂടുതലായിട്ട്. പിന്നെ നമ്മുടെ വർക്ക്ഷോപ്പും കുറച്ച് പ്രീമിയം ആണല്ലോ. അപ്പോൾ ഈ ഹണ്ടർ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ വിഷമമൊക്കെ ഉണ്ട്. എന്തായാലും പണിത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ട് അത്യാവശ്യം നല്ല ബെൻഡ് ഉണ്ടായിരുന്നു. ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. മഡ് ഗാർഡൊക്കെ നന്നായിട്ട് സൈഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലോയ് വീല് ബെൻഡ് അടിക്കാൻ കൊടുത്തേക്കാണ്. അപ്പോൾ എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ വർക്ക് കഴിയും. ഇവിടെയാണ് ജാക്കറ്റൊക്കെ ഡിസ്പ്ലേ ചെയ്തിരുന്നത്. നമ്മൾ ഇവിടുന്ന് ജാക്കറ്റ് മാറ്റിയിട്ട് ഇവിടെ ഇനി കുറച്ച് പ്രീമിയം ടയേഴ്സൊക്കെ ഡിസ്പ്ലേ ചെയ്യും. കാരണം ഷോപ്പിനകത്തേക്ക് വരുമ്പോൾ ടയർ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് ആ ഒരു ക്വസ്റ്റ്യൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ജാക്കറ്റൊക്കെ ഇനി മുതൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ കസ്റ്റമർ കാണാൻ പറ്റുമല്ലോ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഹാൻഡ് ഗാർഡൊക്കെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തു. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ബാഷ് പ്ലേറ്റൊക്കെ നമ്മൾ കുറച്ചിങ്ങനെ ഒതുക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നോർമലി നമ്മൾ കഴിഞ്ഞ സാധനങ്ങളൊക്കെ റീഫിൽ ചെയ്യുക, റീസ്റ്റോക്ക് ചെയ്യുക, അതൊക്കെയാണ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും റെയിനി സീസണൊക്കെ ആകുമ്പോൾ നമ്മൾ റെയിൻ കോട്ടൊക്കെ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ എപ്പോഴും കാണിച്ച് തരാത്തൊരു സംഭവമാണ് നമ്മുടെ ഈ ഒരു കീ ചെയിൻ്റെ ഒരു ഡീറ്റെയിൽ. നല്ല മൂവിങ് ഉള്ളൊരു സെക്ഷനാണ് കേട്ടോ ഈ കീ ചെയിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പോയിട്ട് കുറച്ചധികം പാറ്റേൺസൊക്കെ കൊടുത്തിട്ടുണ്ട്.
ഹാർലി ഡേവിഡ്സൺ, അതുപോലെ തന്നെ ടി വി എസ്, യമഹ, ഓരോ ഇതായിട്ടാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. കണ്ടോ, ആയിട്ടാണെങ്കിൽ അങ്ങനെ എല്ലാം വണ്ടീനോട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ. ഷോക്ക് അബ്സർ അല്ലേ? യെസ്. പിന്നെ ഇതാ ഹീറോൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ. പിന്നെ സിമ്പിളായിട്ടുള്ളൊരു ടൈ പോലെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ കുറച്ച് ലെങ്തി ആയിട്ടുള്ളത്. പിന്നെ യമഹേൻ്റെ തന്നെ ഇങ്ങനെ ഇതൊരു ടൈപ്പ് ബ്രൗണിൽ ലെതർ ടൈപ്പ് പോലെ. പിന്നെ ഹോണ്ട. പിന്നെ ഇങ്ങനെ കുളത്തിടുന്ന ഹുക്ക് ടൈപ്പ് കീ ചെയിനാണ്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ വെറൈറ്റീസ് നമ്മൾ കൂടുതൽ നമുക്ക് റോയൽ എൻഫീൽഡ്, KTM എല്ലാ വണ്ടികളും പോകുന്നുണ്ട്. പക്ഷേ റോയൽ എൻഫീൽഡാണ് കൂടുതൽ ചോദിച്ചു തരാറ്. പിന്നെ സുസുക്കി, ബജാജ്, ഇത് മെയ്ഡ് ഗൺ പറഞ്ഞിട്ട് റോയൽ എൻഫീൽഡിന് വേറൊരു ടൈപ്പ് ലോഗോ കേട്ടോ. ഇങ്ങനത്തെ റോയൽ എൻഫീൽഡിൻ്റെ മെയിൻ ലോഗോ. റോയൽ എൻഫീൽഡിൻ്റെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. പിന്നെ ഇതൊക്കെ ക്ലോത്ത് ടൈപ്പാണ്. അപ്പോൾ ഇതിലും എല്ലാ ബ്രാൻഡും ഉണ്ട്. റോയൽ എൻഫീൽഡ് വരുന്നുണ്ട്. പിന്നെ ഫുട്ബോൾ ബ്രാൻഡുകൾ. പിന്നെ ഇങ്ങനത്തെ ടൈപ്പ് ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ എല്ലാതും നമ്മൾ അതുപോലെ പ്രോ ടേപ്പർ കാര്യങ്ങൾ. പിന്നെ ഇതിനൊക്കെ 100 റുപ്പീസാണ് കേട്ടോ. ഈ ക്ലോത്ത് ടൈപ്പിന് എല്ലാത്തിനും 100 ആണ്. ഇത് 150 ആണെന്ന് തോന്നുന്നു, ഈ കുറച്ച് ലെങ്ത് ആയിട്ടുള്ള ക്ലോത്ത്. പിന്നെ ഈ ഒരു ടൈപ്പില്ലേ, ഈ 2 സെറ്റ് 150 ആണ് കേട്ടോ. ഓക്കെ. പിന്നെ ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാത്ത സംഭവങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ എന്താ വെച്ചാൽ ഹാൻഡ് സ്ലീവ്, പിന്നെ ബാലക്ലാവ, പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ്, ഇതൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോസ് എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇവിടെ അപ്പോൾ കസ്റ്റമർ 1-2 പേര് വന്നു പോയി. അപ്പോൾ ഭയങ്കരമായിട്ട് കൂളായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കീ ചെയിൻ്റെ സെക്ഷൻ ഒന്ന് കാണിച്ചു തരാമെന്ന്. പിന്നെ നമ്മളിവിടെ കുറച്ച് ഡീറ്റെയിലിംഗ് പ്രൊഡക്ട്സ് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. ഇത് വൈസർ ക്ലീനർ വരുന്നുണ്ട്, സ്നോയിങ് ബൈക്ക് ഷാമ്പൂ, ഡാഷ്ബോർഡ് ക്ലീനർ, എൻജിൻ പ്രൊട്ടക്ടർ പറഞ്ഞിട്ട് നല്ല ക്വാളിറ്റി വൈസ് അടിപൊളി പ്രൊഡക്റ്റ്. അപ്പം എന്തായാലും ഞാൻ ഒരു ദിവസം ചെയ്യാം. നമ്മളിതിൽ പഴയ ഓയിലൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് പുതിയ ഓയിൽ ഒഴിച്ചു കേട്ടോ. ഞാൻ കീ ചെയിൻ എടുക്കാൻ പോയപ്പോൾ നമ്മുടെ സ്റ്റാഫ് പുതിയ ഓയിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞു. പിന്നെ അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കണത് ശരിയല്ലല്ലോ. ഞാൻ ഇനിയിപ്പോൾ അതെന്തായാലും ക്യാപ്പ് ക്ലോസ് ചെയ്യും. റോയൽ എൻഫീൽഡിൻ്റെ തന്നെ എൻജിൻ ഓയിലാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഈ ഒരു ബോട്ടിൽ കണ്ടോ ഇവിടെ കളഞ്ഞുണ്ട്. അപ്പോൾ അത് ഞാൻ കണ്ടപ്പോൾ എന്തായാലും അതിൽ എടുക്കുന്നത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പറയാം. കുട്ടികൾക്കൊക്കെ കടയിൽ വരാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർ പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. കസ്റ്റമറൊക്കെ മറ്റേ സീറ്റ് റെസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഹെൽമെറ്റൊക്കെ വാങ്ങിയിട്ട് ആൾക്കാർ പോകുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനേ, അപ്പോൾ ചിലപ്പോൾ കസ്റ്റമേഴ്സിനൊക്കെ ഞാൻ തന്നെ അറ്റൻഡ് ചെയ്യുക, വീഡിയോ എടുക്കാൻ പറ്റാറില്ല. അപ്പോൾ ആ ഒരു ബുള്ളറ്റ് ഉണ്ടോ, അതിനാണ് സീറ്റ് റെസ്റ്റ് വാങ്ങാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഗാരേജൊക്കെ കാലിയായി, ഏതൊരു കൊണ്ടുപോയി. അതുപോലെ തന്നെ നമ്മൾ ഈ വണ്ടിയിൽ മീറ്റിയോർ 350 നമ്മൾ സ്റ്റാഫിനെ അവർ സൈറ്റിലേക്ക് എത്തിച്ചു കൊടുക്കും. പിന്നെ ആ റെഡ് വണ്ടി ഉണ്ടോ, അതിൻ്റെ സൈലൻസറായിട്ട് ഇരിക്കുന്നത്, അത് നമ്മൾ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ സമയം
6:45 നമ്മൾ 7 മണിയാകുമ്പോൾ ഗ്യാരേജ് ക്ലോസ് ചെയ്യും. പിന്നെ ഒരു 8 മണി വരെയാണ് നമ്മുടെ ഷോപ്പ് ഉണ്ടാവുക. ചിലപ്പോൾ നമ്മൾ 7:30 ആകുമ്പോഴത്തേനും ക്ലോസ് ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ അപ്ലോഡ് ചെയ്യാത്ത വീഡിയോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ യൂസ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ സജഷൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് ബൈ ഫ്രം Garage 51.